എല്ലാവർക്കും സ്വാഗതം. സാഹിത്യാചാര്യ സെക്കൻഡ് പാർട്ടിൻ്റെ 4ാമത്തെ പേപ്പർ, അതിലുള്ള 4ാമത്തെ ചോദ്യമാണ് നമുക്കിനി നോക്കേണ്ടത്. നിങ്ങൾക്ക് നോട്ട്സ് തന്നിട്ടുണ്ട്. ആ നോട്ട്സ് തന്നെയാണ് ഈ പറയുന്നത്. കഴിഞ്ഞ 2-3 ചോദ്യങ്ങളിലായിട്ട് ഭാഷാവിജ്ഞാൻ എന്താണെന്ന് നോക്കി. ഭാഷാക്ക വിശിഷ്ട ജ്ഞാൻ ഹേ ഭാഷാവിജ്ഞാൻ. ഭാഷയെ പറ്റിയുള്ള വിശിഷ്ടമായിട്ടുള്ള അറിവിനെയാണ്, അല്ലെങ്കിൽ ഭാഷാശാസ്ത്രം, അതിനെയാണ് ഭാഷാവിജ്ഞാൻ എന്ന് പറയുന്നത്. അതിന് ചില പ്രധാനപ്പെട്ട അംഗങ്ങളുണ്ട്. അംഗം എന്ന് പറഞ്ഞാൽ പാർട്ട്. അതാണ് ഈ ചോദ്യങ്ങൾ. ഭാഷാവിജ്ഞാൻ കെ പ്രമുഖ അംഗ് ക്യാ ക്യാ ഹേ, ഏക് ഏക് കാ പരിചയ് ദീജിയെ എന്നാണ്. ഇതിൽ ഒരു 5 ഡിവിഷൻ കൊടുത്തിട്ടുണ്ട്. അത് 2 മാർക്കിനും 5 മാർക്കിനും ഒക്കെ പരീക്ഷയ്ക്ക് ചോദിക്കും. ഭാഷാ വിചാർ വിനിമയ കാ സാധൻ ഹെ. वाक्यों द्वारा ही വിചാർ വിനിമയ് സംഭവ് ഹോത്താ ഹെ. വാക്യങ്ങളുണ്ടെങ്കിലേ നമുക്ക് ആശയവിനിമയം സാധ്യമാവുകയുള്ളൂ. അതഃ വാക്യ ഹി ഭാഷാ കാ സബ്സെ അധിക മഹത്വപൂർണ്ണ और സ്വാഭാവിക അംഗ് ഹോത്താ ഹെ. അതുകൊണ്ട് വാക്യം തന്നെയാണ് ഭാഷയുടെ ഏറ്റവും കൂടുതൽ പ്രധാനപ്പെട്ടതും സ്വാഭാവികവുമായിട്ടുള്ള ഒരു ഭാഗമായിട്ട് മാറുന്നത്. കാരണം ഒരു വാക്ക് പറഞ്ഞാൽ നമുക്ക് മനസ്സിലാവണമെന്നില്ല പൂർണ്ണമായിട്ടും. അപ്പോൾ ഒരു വാക്യം ഉണ്ടെങ്കിലോ, വാക്യം എന്ന് പറഞ്ഞാൽ 2-3 വാക്കുകൾ ചേർന്നാലും ഒരു വാക്യം ഉണ്ടാവും. അപ്പോൾ വാക്യം തന്നെയാണ് ഭാഷയുടെ ഏറ്റവും പ്രധാനപ്പെട്ടതും സ്വാഭാവികവുമായിട്ടുള്ള ഒരു ഭാഗം. വാക്യോं का विश्लेषण करने पर पद, शब्द, रूप, ധ്വനി ആദി की प्राप्ति होती है. ഒരു വാക്യത്തെ നമുക്ക് അനാലിസിസം നടത്തിയാൽ, അപഗ്രഥിച്ചാൽ, വാക്യങ്ങളെ നമ്മൾ സൂക്ഷ്മമായിട്ട് പരിശോധിച്ച് നോക്കിയാൽ അതിലെന്തൊക്കെ കാണും? പദമുണ്ടാവും, ശബ്ദമുണ്ടാകും, ശബ്ദം എന്ന് പറഞ്ഞാൽ വേർഡ്സ്, അതുപോലെ രൂപ്, ധ്വനി, ഇതൊക്കെ നമുക്ക് കിട്ടും. ഒരു വാക്യത്തിൽ പദമുണ്ടാകും, ശബ്ദമുണ്ടാകും, രൂപ് ഉണ്ടാകും, ധ്വനി എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ, അതിൽ നിന്ന് കിട്ടുന്ന സൗണ്ട്. എന്താണ് പദ്, എന്താണ് രൂപം എന്നുള്ളത് അടുത്തതിൽ വിശദീകരിച്ച് വരും. ശബ്ദവും കാ വാക്യവുമേം പ്രയോഗാർഹ രൂപ ഹി പദ് ഹോത്താ ഹെ. അപ്പോൾ എന്താണ് പദ് എന്ന് പറഞ്ഞിരിക്കുന്നത് മനസ്സിലായല്ലോ. പദ് എന്ന് പറഞ്ഞാൽ വാക്കുകളെ വാക്യങ്ങളിൽ ഉപയോഗിക്കാൻ പ്രാപ്തിയുള്ള രൂപത്തെയാണ് പദെന്ന് പറയുന്നത്. പല വാക്യങ്ങളും ഉണ്ടാവും, പല വാക്കുകളും ഉണ്ടാവും. ആ വാക്കുകളെ എല്ലാത്തിനെയും നമുക്ക് വാക്യത്തിൽ കൂട്ടിയോജിപ്പിക്കാൻ പറ്റില്ല. അപ്പോൾ വാക്യത്തിൽ കൂട്ടിയോജിപ്പിക്കാൻ പറ്റിയ, ഉപയോഗിക്കാൻ പറ്റിയ രൂപത്തെയാണ് പദ് എന്ന് പറയുന്നത്. ഇസ് ദൃഷ്ടി സെ പദവും കോ ചോട് ദിയാ ജായേ തോ ഭാഷാ കെ പ്രമുഖ അംഗ് ചാർ ഹെ. അപ്പോൾ ഈ രീതിയിൽ നോക്കിയാൽ നമുക്ക് പദങ്ങളെ മാറ്റിയാൽ, വാക്യങ്ങളിൽ ചേർക്കാൻ പറ്റുന്ന വാക്കുകളിൽ പദെന്ന് പറയുക. അപ്പോൾ അതുകൊണ്ട് നമുക്ക് പദത്തിനെ അങ്ങോട്ട് മാറ്റി നിർത്തിയാൽ നമുക്ക് ഭാഷയ്ക്ക് 4 പ്രധാനപ്പെട്ട ഭാഗങ്ങളുണ്ട്. എന്തൊക്കെയാണ്? വാക്യ, ശബ്ദ്, രൂപ് और ധ്വനി. ഈ വാക്യ, ശബ്ദ്, ധ്വനിയൊക്കെ നിങ്ങൾക്കറിയാം. എന്താണ് രൂപം എന്നുള്ളതിൽ വരും. ഇൻ സബ്സെ ഊപ്പർ അർത്ഥ് ഹേ, ഇൻ സബ്സെ ഊപ്പർ അർത്ഥ് ഹേ ജോ ഭാഷാ കാ പ്രാൺ ഹേ. ഇൻ സബ്സെ ഊപ്പർ, അങ്ങനെ വായിക്കണം. ഇൻ സബ്സെ ഊപ്പർ അർത്ഥ് ഹേ ജോ ഭാഷാ കാ പ്രാൺ ഹേ. അതും കൂടെ നമുക്കറിയാം അല്ലേ. ഒരു വാക്യം കിട്ടിയാൽ മാത്രം പോരാ, അതിലുപരി എന്താണ്? അർത്ഥമാണ് ഭാഷയുടെ പ്രാണൻ എന്ന് പറയുന്നത്. ഇസ് തരഹ് ഭാഷാ വിജ്ഞാൻ കെ 5 അംഗ് ഹോത്തെ ഹെ. ഇങ്ങനെ നോക്കിയാൽ ഭാഷാശാസ്ത്രത്തിന് 4 രൂപങ്ങളുണ്ടെന്നാണ്. 5 ഭാഗങ്ങളുണ്ട്. ഒന്ന് ധ്വനിവിജ്ഞാൻ, അതിന് ഇവിടെ കൊടുത്തിട്ടുണ്ട് ഫോണോളജി, രൂപവിജ്ഞാൻ മോർഫോളജി, ശബ്ദവിജ്ഞാൻ വേൾഡോളജി, വാക്യവിജ്ഞാൻ സിൻഡക്സ് और അർത്ഥവിജ്ഞാൻ സെമാൻറ്റിക്സ് എന്നാണ് ഇതിൽ ഓരോ വാക്കിനും ഇംഗ്ലീഷൊക്കെ കൊടുത്തിട്ടുണ്ട്. അതിൽ ആദ്യം എന്താണ് ധ്വനിവിജ്ഞാൻ? ധ്വനിവിജ്ഞാൻ 2000 കഴിഞ്ഞ പരീക്ഷയ്ക്ക് വന്ന ഒരു 5 മാർക്കിനുള്ള ചോദ്യമാണ് ധ്വനിവിജ്ഞാൻ. ധ്വനിവിജ്ഞാൻ ഭാഷാ വിജ്ഞാൻ കി ഏക് ശാഖ ഹെ. ഭാഷാവിജ്ഞാൻ്റെ ഒരു ശാഖയാണ് ഏത്? ധ്വനിവിജ്ഞാൻ. ഇസ്കെ അന്തർഗത്, ഈ ധ്വനിവിജ്ഞാനിൽ എന്തെല്ലാം നമ്മൾ ഉണ്ടാവും, അല്ലെങ്കിൽ എന്തെല്ലാം അതിലുണ്ടാകും? ഇസ്കെ അന്തർഗത്
ധ്വനിയോ കാ അധ്യയൻ കിയാ ജാത്ത ഹെ. ധ്വനികളെ പറ്റിയുള്ള പഠനം ആണ് ഇതിൽ വരിക. ധ്വനി ഭാഷാക്കി സബ്സെ ഛോട്ടി ഇക്കായി ഹെ. ഇക്കായി എന്ന് പറഞ്ഞാൽ യൂണിറ്റ്. ധ്വനിയാണ് ഭാഷയുടെ ഏറ്റവും ചെറിയൊരു യൂണിറ്റ്. ധ്വനി സമൂഹ് സേ ഹി ഭാഷാ കാ നിർമ്മാൺ ഹോത്താ ഹെ. കുറേ ധ്വനികൾ തമ്മിൽ ചേരുമ്പോഴത്തേക്ക് എന്തുണ്ടാകുന്നു? ഭാഷ നിർമ്മിക്കാൻ പറ്റും. ഇപ്പം കലം എന്നുള്ളതിന് ക്, ആ, ല്, ആ, ഇത്രയും വാക്കുകൾ, ഇത്രയും ധ്വനികൾ നമ്മൾ ചേർത്തപ്പോൾ എന്തുണ്ടായി? ഒരു വാക്കുണ്ടായി. അപ്പം ആ വാക്കുണ്ടെങ്കിലേ കുറേ വാക്കുകൾ ചേർന്നാലേ അത് ഭാഷയാവുള്ളൂ. ध्वनि विज्ञान में ध्वनि की परिभाषा, ध्वनियों का वर्गीकरण, प्रत्येक ध्वनि की विशेषता, प्रत्येक എന്താണ് ध्वनि की विशेषता, ध्वनि परिवर्तन के कारण ध्वनि परिवर्तन की दिशाएं, आखाद, सुर आदि का विचार भी किया जाता है. അപ്പം ധ്വനി വിജ്ഞാൻ എന്തൊക്കെ നമ്മൾ പഠിക്കും? ധ്വനിശാസ്ത്രത്തിൽ എന്തൊക്കെ പഠിക്കും? ധ്വനികളുടെ ഡെഫിനിഷൻ, ധ്വനി എന്നാൽ എന്തെന്നുള്ളതിൻ്റെ ഡെഫിനിഷൻ, ധ്വനികളെ പലതായിട്ട് വർഗീകരിച്ചിട്ടുണ്ട്, ക്ലാസിഫൈഡ് ചെയ്തിട്ടുണ്ട്. പ്രത്യേക ധ്വനിക്ക് വിശേഷത, ഓരോ ധ്വനിയുടെയും പ്രത്യേകത എന്താണ്? ധ്വനി പരിവർത്തൻ കെ കാരൻ, ചിലപ്പോൾ ധ്വനികൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിക്കഴിഞ്ഞാൽ എന്തൊക്കെ, അല്ലെങ്കിൽ എങ്ങനെയാണ് അത് മാറുക? പരിവർത്തൻ കി ദിശയെ, ഏതെല്ലാം തരത്തിൽ ധ്വനി പരിവർത്തനം ഉണ്ടാകുന്നു? ആഘാത് എന്ന് പറഞ്ഞാൽ സ്ട്രെസ് കൊടുത്ത് ചില വാക്കുകൾ പറയുക, ധ്വനികൾ പറയേണ്ടി വരും. സുര്, ടോണോടുകൂടി പറയേണ്ടി വരും. ഇതിനെപ്പറ്റിയുള്ള ആശയവിനിമയത്തിനാണ്, അല്ലെങ്കിൽ ഇതിനെപ്പറ്റിയുള്ള പഠനമാണ് ഈ ധ്വനി വിജ്ഞാനിൽ വരുന്നത്. ധ്വനി വിജ്ഞാൻ ഹി ഭാഷാ വിജ്ഞാൻ കാ മൂൽ ആധാർ ഹെ. ഭാഷാവിജ്ഞാൻ്റെ ഏറ്റവും അടിത്തറ എന്ന് പറയുന്നത് ധ്വനിയാണ്. അടുത്ത 2, രൂപ വിജ്ഞാൻ. रूप विज्ञान में प्रकृति, प्रत्यय, धातु, उपसर्ग आदि भाषा के व्याकरणिक रूपों का विश्लेषण और अध्ययन होता है. എല്ലാ വ്യാകരണ കാര്യങ്ങളും നോക്കുന്നത് ഈ രൂപ വിജ്ഞാനിലാണ്. പ്രകൃതി, പ്രത്യയ്, ധാതു, ഉപസർഗ് ഇങ്ങനെ തുടങ്ങിയ ഭാഷാപരമായിട്ടുള്ള വ്യാകരണ രൂപങ്ങളുണ്ടല്ലോ, ആ വ്യാകരണ രൂപങ്ങളെ പഠനം നടത്തുക എന്നുള്ളതാണ് രൂപവിജ്ഞാനിൽ വരുന്നത്. रूप और वाक्य दोनों ही भाव, विचार या अर्थ से सीधा संबंध रखते हैं. ഭാവം, നമ്മുടെ മനസ്സിലൊരു ഭാവം ഉണ്ടാകുന്നു, ചിന്തകൾ ഉണ്ടാകുന്നു, അല്ലെങ്കിൽ അർത്ഥവുമായിട്ട് നേരിട്ട് ബന്ധമുള്ള ഒന്നാണ് ഏത്? രൂപവും വാക്യവും. अर्थ से संबंध जोड़कर भाषा का अध्ययन करने पर उसकी सबसे लघुतम इकाई रूप की होती है. അർത്ഥവുമായിട്ട് നമുക്ക് ബന്ധപ്പെടുത്തി നോക്കിയാൽ, ഭാഷ പഠിക്കുന്ന സമയത്ത് ആ ഭാഷയുടെ ഏറ്റവും ചെറിയ, ഏറ്റവും ഷോർട്ടസ്റ്റ് ആയിട്ടുള്ള ഒരു യൂണിറ്റാണ് ഏത്? രൂപെന്ന് പറയുന്നത്. കിസി നിശ്ചിത വ്യവസ്ഥാക്കെ അന്തർഗത് സ്വനിമോ കാ, സ്വനി എന്ന് പറഞ്ഞാൽ ഈ ഭാഷാധ്വനിക്കാണ് സ്വനിം എന്ന് പറയുക, का अनुक्रम बनाने पर रूप या रूपिम का निर्माण होता है. ഇങ്ങനെ തന്നെ പല ടൈപ്പ് വാക്കുകൾ ചേർത്തിട്ടുണ്ടാവും. ഏതെങ്കിലും നിശ്ചിതമായിട്ടുള്ള വ്യവസ്ഥാക്കെ അന്തർഗത്, വ്യവസ്ഥയ്ക്കുള്ളിൽ സ്വനിമോ കാ അനുക്രം, ഒരുപാട് ധ്വനികളെ ഇങ്ങനെ ചിട്ടയായിട്ട് വച്ചു കഴിഞ്ഞാൽ രൂപ യാ രൂപിം കാ നിർമ്മാൺ ഹോത്താ ഹെ. രൂപ് അല്ലെങ്കിൽ രൂപിം നിർമ്മിക്കുന്നു. രൂപ് എന്നുള്ളതിൻ്റെ മറ്റൊരു വാക്കാണ് എന്താണ്? രൂപിം. അടുത്ത ശബ്ദവിജ്ഞാൻ. ശബ്ദവിജ്ഞാൻ സെ ശബ്ദോं के रूप, शब्द समूह, शब्द परिवर्तन, शब्द व्युत्पत्ति आदि पर विचार होता है. ഈ ശബ്ദവിജ്ഞാനിൽ വേർഡാണ് അവിടെ വരിക. വേർഡുമായിട്ട് ബന്ധപ്പെട്ട, വാക്കുകളുമായിട്ട് ബന്ധപ്പെട്ട വിശേഷ പഠനത്തെയാണ് പറയുക ശബ്ദവിജ്ഞാൻ എന്ന് പറയുക. അതിലെന്തൊക്കെയാണ്? വാക്കുകളുടെ രൂപങ്ങൾ, വാക്കുകളുടെ സമൂഹം, ശബ്ദസമൂഹമൊക്കെ നമുക്കിനി വേറെ ഒരു ചാപ്റ്ററിൽ പഠിക്കാനുണ്ട്. അതുപോലെ വാക്കുകൾ എങ്ങനെ അങ്ങോട്ടും ചുറ്റും മാറും, വാക്കുകൾ എങ്ങനെ ഉണ്ടാകുന്നു, ഇതിനെപ്പറ്റിയുള്ള കാര്യങ്ങളാണ് ഇതിൽ വരിക? ശബ്ദവിജ്ഞാനിൽ വരിക. ഭാഷാ വൈജ്ഞാനിക ദൃഷ്ടി സെ ശബ്ദ അർത്ഥ കെ സ്തർ പർ ഭാഷ കി ലഘുതം ഇക്കായി ഹെ. ഭാഷാശാസ്ത്രജ്ഞന്മാരുടെ ദൃഷ്ടിയിൽ അർത്ഥത്തിൻ്റെ ലെവലിൽ നോക്കിയാൽ ഭാഷയുടെ ഏറ്റവും ഷോർട്ടസ്റ്റ് ആയിട്ടുള്ള ഒരു യൂണിറ്റാണ് ഏത്? വാക്കുകൾ എന്ന് പറയുന്നത്. പ്രയോഗ് और अर्थ की दृष्टि से शब्द स्वतंत्र होता है. അത് പ്രയോഗിക്കുന്ന രീതി, അതിൻ്റെ അർത്ഥം, ഇതൊക്കെ വെച്ച് നോക്കിയാൽ വാക്കുകൾ എപ്പോഴും സ്വതന്ത്രമായിരിക്കും. അടുത്ത വാക്യവിജ്ഞാൻ. ഭാഷ കി സാർത്ഥക് ന്യൂനതം ഇക്കായി വാക്യ ഹെ. ഒരു ഭാഷയുടെ
അർത്ഥമുള്ള ഏറ്റവും ഷോർട്ടസ്റ്റ് ആയിട്ടുള്ള ഒരു ഘടകമാണ് ഇത് വാക്യം എന്ന് പറയുക. अर्थ की दृष्टि से ഭാഷ का വാസ്തവിക മഹത്വ വാക്യ കാ ഹൈ. അർത്ഥത്തിൻ്റെ ദൃഷ്ടിയിൽ നോക്കിയാൽ ഭാഷയുടെ യഥാർത്ഥ മഹത്വം വാക്യത്തിലാണ്. വാക്യം ഉണ്ടെങ്കിലേ നമുക്ക് പൂർണ്ണമായിട്ട് അർത്ഥം ഗ്രഹിക്കാനായിട്ട് പറ്റുള്ളൂ. വാക്യവിജ്ഞാൻ ഭാഷാ വിജ്ഞാൻ കി ഏക് ശാഖ ഹൈ. അപ്പം അങ്ങനെ നോക്കിയാൽ ഭാഷാ വിജ്ഞാൻ എൻ്റെ ഒരു ശാഖ തന്നെയാണ് ഇത് വാക്യവിജ്ഞാൻ എന്ന് പറയുക. इसके अंतर्गत पदों के पारस्परिक संबंध और शब्दों के संयोजन पर विचार किया जाता है. ഈ വാക്യവിജ്ഞാനിൽ എന്തൊക്കെ വരും? പദവും കെ പാരസ്പരിക സംബന്ധം, വാക്കുകളുടെ പദങ്ങൾ, നമ്മൾ നേരത്തെ വാക്യങ്ങളിൽ ഉപയോഗിക്കാൻ പറ്റുന്ന തരത്തിലുള്ള വാക്കുകൾക്കാണെന്ന് പറയുക പദ് എന്ന് പറയുക. ഈ പദങ്ങളെ പരസ്പരം ബന്ധിപ്പിക്കുക. അവരുടെ ശബ്ദവും കെ സംയോജൻ, വാക്കുകളെ പരസ്പരം ബന്ധിപ്പിക്കുക. ഇതിനെപ്പറ്റിയുള്ള പഠനം നടത്തുന്ന ഭാഷാശാസ്ത്ര ശാഖയാണ് ഇത് വാക്യ विज्ञान. भाषा में विचार विनिमय वाक्यों द्वारा किया जाता है. अतः वाक्य ही भाषा में सबसे अधिक स्वाभाविक और महत्वपूर्ण अंग है. वाक्य विज्ञान में എന്തൊക്കെ പഠിക്കും? വാക്യവിജ്ഞാനിൽ വാക്യ കാ അർത്ഥ്, പദക്രം, വാക്യോं का വർഗീകരൺ, വാക്കുകളെ എങ്ങനെ ക്ലാസിഫൈഡ് ചെയ്യാൻ പറ്റും, उसके आधार, वाक्य परिवर्तन के कारण और दिशाएं, वाक्य के भेद आदि का अध्ययन होता है. അടുത്ത അഞ്ചാമത്തെ ആ ചോദ്യത്തിലുള്ള ലാസ്റ്റ് ചോദ്യം അർത്ഥവിജ്ഞാനാണ്. अर्थविज्ञान भाषा विज्ञान की वो शाखा है जिसके अंतर्गत अर्थ का वैज्ञानिक विश्लेषण प्रस्तुत किया जाता है. വാക്ക് അർത്ഥങ്ങളെ ശാസ്ത്രീയ രീതിയിലുള്ള പഠനം നടത്തുന്ന ശാസ്ത്രശാഖയാണ്, അതായത് ഭാഷാശാസ്ത്ര ശാഖയാണ് ഇത് അർത്ഥവിജ്ഞാൻ എന്ന് പറയുക. ഭാഷ കാ ശരീർ ധ്വനി സേ ചൽക്കർ വാക്യ പർ സമാപ്ത ഹോത്ത ഹെ. ഒരു ഭാഷയുടെ ശരീരം ധ്വനിയിൽ നിന്ന് ആരംഭിച്ചിട്ട് വാക്യത്തിലാണ് അവസാനിക്കുന്നത്. ഭാഷയുടെ ശരീരം അങ്ങനെയാണ് പൂർണ്ണമാകുന്നത്. ധ്വനിയിൽ നിന്ന് തുടങ്ങിയിട്ട് അത് വാക്യത്തിൽ പോയിട്ട് അവസാനിക്കും. ഇസ്കെ ബാദ് ഉസ്കെ അർത്ഥ പർ വിചാർ കർനാ പഡ്താ ഹെ. അപ്പം ഒരു വാക്യം കിട്ടിക്കഴിഞ്ഞാൽ അതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുന്നു? അർത്ഥത്തെ പറ്റി ചിന്തിക്കും. ഭാഷാ മേം അർത്ഥ ഹി പ്രമുഖ തത്വ ഹെ. അർത്ഥ വിജ്ഞാൻ ശബ്ദ് और अर्थ के संबंध. എന്താ ഈ അർത്ഥവിജ്ഞാനിൽ എന്തൊക്കെ പഠിക്കണം? ശബ്ദ് और अर्थ के संबंध, വാക്കുകളും അതിൻ്റെ ബന്ധവും, അതുമായിട്ടുള്ള ബന്ധം. അർത്ഥപരിവർത്തൻ ആദി കാ വിശ്ലേഷൺ കിയാ ജാത്താ ഹെ. ഒരു വാക്കിന് പല തരത്തിലുള്ള അർത്ഥത്തിന് വ്യതിയാനം വരും. ഇതിനെപ്പറ്റിയൊക്കെയുള്ള പഠനമാണ് ഇതിൽ വരിക, അർത്ഥവിജ്ഞാനിൽ വരിക. इसमें अर्थ किसे कहते हैं, मनुष्य को अर्थ की प्राप्ति कैसी होती है, शब्दों के अर्थ किन किन दिशाओं में परिवर्तित होता है, पर्याय विलोम आदि बातों पर भी विचार किया जाता है. അപ്പോൾ ഇതിൽ എന്തൊക്കെ പഠിക്കേണ്ടി വരും? അർത്ഥം എന്നാൽ എന്ത്, മനുഷ്യന് അർത്ഥം എങ്ങനെ കിട്ടുന്നു, വാക്കുകളുടെ അർത്ഥം ഏതെല്ലാം ദിശകളിൽ മാറ്റം വരുന്നു, എവിടെയൊക്കെയാണ് ഈ വാക്കുകളുടെ അർത്ഥത്തിന് മാറ്റം വരുന്നത്, പിന്നെ പര്യായവാചി ശബ്ദം എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്ക് ഒരു വാക്കിന് ഇപ്പോൾ ഭൂമി എന്നുള്ള വാക്കെടുത്ത് നോക്കൂ. ധര, ധരിത്രി, ക്ഷിതി, ക്ഷോണി, ഒന്നിൽ കൂടുതൽ അതിൻ്റെ സമാനമായിട്ടുള്ള ഒത്തിരി അർത്ഥങ്ങളുള്ള വാക്കാണ്. അതിനാണ് പര്യായം. വിലോം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം. ഇങ്ങനെയുള്ള എല്ലാ കാര്യത്തെ പറ്റിയും പഠനം നടത്തുന്നത് ഈ അർത്ഥവിജ്ഞാനിൽ ആണ്. അടുത്തത് വീണ്ടും കേൾക്കുകയോ വായിക്കുകയോ ഒക്കെ ചെയ്യുക, എന്നാലേ നമുക്ക് കിട്ടുള്ളൂ. അടുത്തത് നോക്കൂ. സ്വൻ കിസേ കഹത്തെ ഹെ. അടുത്ത ചോദ്യമാണ്. സ്വൻ കിസേ കഹത്തെ ഹെ, സ്വനിമി और സ്വനികി और സ്വനിമി കാ സാമാന്യ പരിചയ് ദീജിയെ. 3 വാക്കാണ് ഇതിൽ വന്നിരിക്കുന്നത്. എന്താണ് സ്വൻ, എന്താണ് സ്വനികി, എന്താണ് സ്വനിമി എന്നൊക്കെയാണ്. അപ്പോൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഓരോന്നിനും ഓരോ അർത്ഥങ്ങളുണ്ട്. ഭാഷാ കാ ചരം അവയവ് വാക്യ ഹെ. ഒരു ഭാഷയുടെ അങ്ങേറ്റത്തെ പ്രധാനപ്പെട്ട ഭാഗമാണ് वाक्य. वाक्यों का विश्लेषण करने पर पद, शब्द, रूप से होते हुए हम ध्वनि तक पहुंचते हैं. നമ്മൾ വാക്യങ്ങളെ സൂക്ഷ്മ നിരീക്ഷണം നടത്തിയാൽ, അപഗ്രഥിച്ചാൽ നമുക്ക് എന്തൊക്കെ കിട്ടും? പദ് കിട്ടും, ശബ്ദ് കിട്ടും, രൂപ് കിട്ടും. അതിലൂടെ നമ്മൾ കടന്ന്
എന്താണ് ഏറ്റവും ഷോർട്ട് ആയിട്ടുള്ള അവസ്ഥയിലെത്തും. ധ്വനി തക്ക് പहुंच जाते हैं. ഇപ്പം ധ്വനി മുതൽ ആരംഭിക്കുന്നുവെങ്കിലും വാക്യത്തിനെ നമ്മൾ വീണ്ടും അതിനെ താഴേക്ക് കൊണ്ടുവന്നാൽ അവസാനം നമുക്ക് കിട്ടുന്ന ഏതാണ്? ധ്വനിയായിരിക്കും കിട്ടുക. കാരണം ധ്വനി നിന്നാണല്ലോ ഇതൊക്കെ ഉണ്ടാവുക. इसलिए ധ്വനി കാ ഭാഷാ വിജ്ഞാൻ മേ മഹത്വപൂർണ്ണ സ്ഥാൻ ഹെ. അപ്പം അങ്ങനെ നോക്കിയാൽ ധ്വനി ഭാഷാശാസ്ത്രത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ധ്വനിക്ക് ഭാഷാശാസ്ത്രത്തിൽ വളരെ വിശേഷപ്പെട്ട ഒരു സ്ഥാനമാണ് ഉള്ളത്. ചേതൻ അചേതൻ കിസി ഭി വസ്തുസെ ധ്വനി ഉത്പന്ന ഹോ സക്തി ഹെ. ജീവനുള്ളതോ ജീവനില്ലാത്തതോ ആയിട്ടുള്ള എല്ലാ വസ്തുക്കളിൽ നിന്ന് നമുക്ക് ധ്വനി ഉണ്ടാക്കാൻ പറ്റും. ഇപ്പം 2 കല്ലുകൾ എടുത്തു, അതിന് ജീവനില്ല, കൂട്ടിമുട്ടിച്ചാൽ അതിൽ നിന്ന് എന്ത് കിട്ടും? ധ്വനി കിട്ടും. അതാണ് അചേതൻ, ജീവനില്ലാത്ത വസ്തുക്കൾ. ഭാഷാ വിജ്ഞാൻ മേ മാനവ് കി ഭാഷാ മേ പ്രയുക്ത ധ്വനി കോ ഭാഷാധ്വനി കഹത്തെ ഹെ. എന്നാൽ ഭാഷാശാസ്ത്രത്തിൽ ഈ ജീവനില്ലാത്ത വസ്തുക്കൾ ഉണ്ടാക്കുന്ന ശബ്ദത്തെ അല്ലെങ്കിൽ ഒച്ചയെ, ആ സൗണ്ടിനെ ധ്വനി എന്ന് പറയില്ല. ഭാഷാശാസ്ത്രത്തിൽ മനുഷ്യൻ്റെ ഭാഷയിൽ പ്രയോഗിക്കുന്ന ധ്വനികളാണ്. മനുഷ്യന്മാർ സംസാരിക്കുന്ന ഭാഷയിൽ പ്രയോഗിക്കുന്ന ധ്വനിക്കാണ് ഭാഷാധ്വനി എന്ന് പറയുന്നത്, സ്പീച്ച് സൗണ്ട്. ഭാഷാ വിജ്ഞാൻ കി പാരിഭാഷിക ശബ്ദാവലി മേ ഭാഷാധ്വനി കോ സ്വൻ കഹത്തെ ഹെ. അതാണ് ഈ ഭാഷയിൽ നിന്ന് കിട്ടുന്ന, ആ ഭാഷയിലൊക്കെ നമ്മൾ പറയുന്ന ധ്വനികളില്ലേ, ആ ധ്വനിക്കാണ് എന്താണ് പാരിഭാഷിക ശബ്ദാവലിയിൽ സ്വൻ എന്ന് പറയുക. പാരിഭാഷിക ശബ്ദാവലി എന്ന് പറഞ്ഞാൽ വിശിഷ്ടമായിട്ടുള്ള, ഉദാഹരണത്തിന് ശാസ്ത്രത്തിൽ, കോടതിയിൽ, അങ്ങനെയുള്ള ജോഗ്രഫിയിൽ ഒക്കെ നമ്മൾ ഉപയോഗിക്കുന്ന വിശിഷ്ടമായിട്ടുള്ള പദങ്ങളെയാണ് പറയുക പാരിഭാഷിക ശബ്ദാവലി എന്ന് പറയുക. അപ്പം അതിൽ ഭാഷാധ്വനിക്ക് എന്ത് പറയും? സ്വൻ എന്ന് പറയുന്നു. ഇപ്പോൾ ഭാഷാധ്വനിക്കാണ് സ്വൻ എന്ന് പറയുക. സ്വൻ और ഭാഷാധ്വനി के अध्ययन से സമ്പത്ത് വിജ്ഞാൻ കോ ധ്വനി വിജ്ഞാൻ അഥവാ സ്വന് വിജ്ഞാൻ കഹത്തെ ഹെ. അങ്ങനെ സ്വന് അല്ലെങ്കിൽ ഭാഷാധ്വനിയെ പറ്റിയുള്ള പഠനവുമായി ബന്ധപ്പെട്ട ശാസ്ത്രത്തിനാണ് ധ്വനി വിജ്ഞാൻ അല്ലെങ്കിൽ സ്വന് വിജ്ഞാൻ എന്ന് പറയുക. അപ്പോൾ സ്വൻ എന്ന് പറഞ്ഞാൽ മനസ്സിലായല്ലോ, മനുഷ്യൻ ഉപയോഗിക്കുന്ന ഭാഷയിലെ ധ്വനിക്കാണ് സ്വൻ എന്ന് പറയുക. ആ സ്വനത്തെ പറ്റി പഠിക്കാനുള്ള ശാസ്ത്രത്തിനാണ് പറയുക സ്വന വിജ്ഞാൻ അല്ലെങ്കിൽ ധ്വനി വിജ്ഞാൻ എന്ന് പറയുന്നത്. സ്വന് വിജ്ഞാൻ കെ അധ്യയൻ കെ 2 പക്ഷ ഹോത്തെ ഹെ. സ്വന് വിജ്ഞാൻ പഠിക്കുന്ന സമയത്ത് അതിന് 2 വശങ്ങളുണ്ട്. ഒന്ന് ശുദ്ധ സൈദ്ധാന്തിക പക്ഷം, മറ്റൊന്ന് പ്രായോഗിക പക്ഷം. അതിൽ സൈദ്ധാന്തിക പക്ഷമേ സ്വൻ കി പരിഭാഷ. ഒരു വശത്ത് സ്വനത്തിൻ്റെ ഡെഫിനിഷൻ എന്താ? സ്വൻ എന്ന് പറഞ്ഞാൽ ഭാഷയിലുള്ള ധ്വനിക്കല്ലി സ്വൻ പറയുക. അതിൻ്റെ ഡെഫിനിഷൻ വാഗ്യന്ത്ര, നമ്മൾ സംസാരിക്കുന്ന സമയത്ത് ഏതെല്ലാം ഭാഗങ്ങളിൽ തട്ടിയാണോ ആ വാക്ക് അല്ലെങ്കിൽ അക്ഷരം പുറത്തേക്ക് അതിനാണ് വാഗ്യന്ത്രം എന്ന് പറയുക. അപ്പം നമ്മുടെ വായിലുള്ള എല്ലാ അവയവങ്ങളെയും എന്ത് പറയും? വാഗ്യന്ത്രങ്ങൾ എന്നാണ് പറയുക. പിന്നെ സ്വൻ കി ഉത്പത്തി, ഈ ധ്വനി എങ്ങനെ ഉണ്ടാകുന്നു, അതുപോലെ സ്വൻ കാ വർഗീകരൺ, അതുപോലെ ഈ ധ്വനികൾ നമുക്ക് പലതായിട്ട് ക്ലാസിഫൈഡ് ചെയ്യാൻ പറ്റും. അതൊക്കെ ഇതിൻ്റെ പിന്നാലെ വരുന്ന ചോദ്യങ്ങളിലുണ്ട് കേട്ടോ. ആദിക്ക് ചർച്ച ഹോത്തി ഹെ. അപ്പം എന്തൊക്കെ വരും? സ്വൻ കി പരിഭാഷ, വാഗ്യന്ത്ര, സ്വൻ കി ഉത്പത്തി, സ്വൻ കാ വർഗീകരൺ, ആദി കി ചർച്ച ഹോത്തി ഹെ. ഇസ് തരഹ് കെ അധ്യയൻ കോ സ്വനികി കഹലാത്ത ഹെ. അപ്പം ഇങ്ങനെ എന്താണ് ഭാഷാധ്വനിയുടെ ഡെഫിനിഷൻ, വാഗ്യന്ത്രം, അതുപോലെ ധ്വനികളുടെ ഉത്ഭവം, ധ്വനികളുടെ വർഗീകരണം, ഇതിനെ പറ്റിയൊക്കെയുള്ള പഠനത്തെ പറയുന്ന മൊത്തത്തിലുള്ള പേരാണ് എന്ത് പറയുക? സ്വനികി എന്ന് പറയുക. സ്വനികി. ഇത് വീണ്ടും പലയിടത്തും വരും കേട്ടോ. കിസി ഭാഷാ വിശേഷിക്കെ സ്വനൂങ്ക അധ്യയൻ. എന്നാൽ ഏതെങ്കിലും ഒരു പ്രത്യേക ഒരു ഭാഷയിലുള്ള ധ്വനികളെ പറ്റി പഠനം നടത്തുക. സ്വനോങ്കി സംരചന, ആ ധ്വനികൾ എങ്ങനെ, എന്താണ് അതിൻ്റെ കൺസ്ട്രക്ഷൻ, അതിൻ്റെ ഘടന, അതിൻ്റെ സ്ട്രക്ചർ എങ്ങനെയാണ്, ഒരു ധ്വനിയുടെ സ്ട്രക്ചർ എന്തൊക്കെയാണ്. ഉസ് ഭാഷാക്കെ സ്വനുമോങ്ക നിർദ്ധാരൻ, ആ ഭാഷയിലുള്ള ധ്വനികളെ പറ്റി എന്താണ് ഒരു തീരുമാനത്തിലെത്തുക എന്ന് പറഞ്ഞാൽ ധ്വനികളെ പറ്റിയുള്ള
ഒരു കൺക്ലൂഷൻ ആദി കി ചർച്ച സ്വനിമി കെ അന്തർഗത് ഹോത്തി ഹെ. ഇതൊക്കെയാണ് നമുക്ക് ഏതിൽ വരിക, സ്വനിമിയിൽ വരിക. അപ്പോൾ ഇത്രയും മനസ്സിലായല്ലോ. അതായത് ധ്വനികളുടെ പരിഭാഷ, വാഗ്യന്ത്ര, സ്വൻ കി ഉത്പത്തി, സ്വൻ കാ വർഗീകരൺ, ഇതെല്ലാം കൂടെ ചേർത്തിട്ട് എന്താ പറയുക, സ്വനികി എന്ന് പറയുന്നു. എന്നാൽ ഏതെങ്കിലും ഒരു പ്രത്യേക ഭാഷയുടെ ധ്വനികളെ പറ്റിയുള്ള പഠനവും ആ ധ്വനികളുടെ സംരചന, അതിൻ്റെ സ്ട്രക്ചറും ആ ഭാഷയുടെ ധ്വനികളെ അതിനെപ്പറ്റി നിർദ്ധാരൺ കർണ എന്ന് പറഞ്ഞാൽ അത് പ്രത്യേക തരത്തിലുള്ള ഒരു കൺക്ലൂഷനിലെത്തുക. അതായത് അതെങ്ങനെ ഉപയോഗിക്കുന്നു, എവിടെ നിന്നാണ് അത് ഉണ്ടാകുന്നത്, ഇതിനെപ്പറ്റിയുള്ള ഒരു കൺക്ലൂഷനിലെത്തുക, ഒരു തീരുമാനത്തിലെത്തുക. आदि की चर्चा स्वनिमी के अंतर्गत होती है. इस तरह स्वनिकी में स्वनों का सामान्य अध्ययन होता है और स्वनिमी में ഭാഷാ വിശേഷ की ധ്വനിयों का अध्ययन होता है. ഇപ്പം ചുരുക്കി പറഞ്ഞാൽ സ്വനികി എന്നുള്ള ശാഖയിൽ ധ്വനികളുടെ സാമാന്യമായിട്ടുള്ള പഠനവും സ്വനിമി എന്നുള്ള ശാഖയിൽ പ്രത്യേക ഒരു ഭാഷയുടെ ധ്വനികളെ പറ്റിയുള്ള പഠനവും ഉണ്ടാകും. ഇപ്പോൾ ഹിന്ദി ഭാഷയിലുള്ള ധ്വനികളെ പറ്റി മാത്രം പഠിച്ചാൽ അതിനെന്ത് പറയും, ആ ഭാഷയിലുള്ള ധ്വനികളെ പറ്റി മാത്രം അധ്യയനം നടത്തിയാൽ അതിനെന്ത് പറയും, സ്വനിമി എന്നാ പറയുക. संक्षेप में कहें तो स्वनिकी में भाषा ध्वनियों का सामान्य रूप से अध्ययन होता है. भाषा वैज्ञानिक अध्ययन का मूल आधार स्वनिकी ही है. ഭാഷാശാസ്ത്ര പഠനത്തിൻ്റെ പ്രധാനപ്പെട്ട അടിത്തറ, മുഖ്യമായിട്ടുള്ള അടിത്തറ സ്വനികി തന്നെയാണ്. किसी भाषा का स्वानिविक विश्लेषण स्वनिकी द्वारा प्रस्तुत सामग्री के आधार पर ही होता है. ഏതെങ്കിലും ഒരു ഭാഷയുടെ ധ്വനിയുമായി ബന്ധപ്പെട്ട് ഉള്ള അനാലിസിസം നടത്തണമെങ്കിൽ അത് സ്വനികി ദ്വാര പ്രസ്തുത സാമഗ്രിക്ക് ആധാർ पर ही, സ്വനികി എന്ന് പറയുന്ന ശാസ്ത്ര ശാഖ വഴി കളക്ട് ചെയ്യുന്ന സാമഗ്രിയെ ആസ്പദമാക്കിയിട്ട് മാത്രമേ നടത്താൻ പറ്റുള്ളൂ. സാമഗ്രി പ്രസ്തുത കർണ സ്വനിമി കാ കാം ഹെ. അതിനാവശ്യമായിട്ടുള്ള ഉപകരണങ്ങളൊക്കെ തയ്യാറാക്കുക എന്നുള്ളത് സ്വനിമിയുടെ ജോലിയാണ്. और स्वनिमी उस सामग्री की व्यवस्था को ढूंढ निकलता है. അപ്പം സ്വനികി എന്ത് ചെയ്യുന്നു, എല്ലാ സാമഗ്രിയും കളക്ട് ചെയ്ത് വയ്ക്കും. എന്നാൽ സ്വനിമി ആകട്ടെ ആ സാമഗ്രിയെ എങ്ങനെ ചിട്ടയായിട്ട് വയ്ക്കാൻ സാധിക്കും എന്നുള്ള കാര്യം ढूंढ निकालता है, കണ്ടുപിടിക്കുന്നു. तथा उससे ऊपर के स्तर तक स्वनिमी का महत्व होता है. അതിനേക്കാൾ ഉയർന്ന ലെവലിലാണ് ഈ സ്വനികിക്ക് മഹത്വമുള്ളത്. स्वनिकी के महत्व पर प्रकाश डालते हुए प्रसिद्ध भाषा वैज्ञानिक जॉर्ज സാംബേഴ്സൺ ने जो कुछ कहा है वह ठीक ही है. അതാണ് ഈ സ്വനികിക്ക് എത്രത്തോളം മഹത്വമുണ്ട്, സ്വനികിക്ക് എത്രത്തോളം മഹത്വമുണ്ട് എന്ന് കണ്ടുപിടിക്കാനായിട്ട്, അല്ലെങ്കിൽ അതിനെപ്പറ്റി വെളിച്ചം വീശിക്കൊണ്ട് പ്രസിദ്ധ ഭാഷാശാസ്ത്രജ്ഞനായിട്ടുള്ള ജോർജ് സാംസൺ, ഭാഷാശാസ്ത്രജ്ഞനാണ്, അദ്ദേഹത്തിൻ്റെ പേര് ജോർജ് സാംസൺ, അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് എത്രത്തോളം ശരിയാണെന്നാണ്. വളരെ ശരിയാണ്. എന്താണ്, ഉൻകെ അനുസാർ स्वनिकी से अनभिज्ञ भाषा शिक्षक वैसे ही निरर्थक है जैसे शरीर विज्ञान से अनभिज्ञ चिकित्सक എന്നാണ്. എന്താണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്? ഉൻകെ അനുസാർ സ്വനികി സെ അനഭിജ്ഞ ഭാഷാ ശിക്ഷക്, സ്വനികിയെ അറിയാത്ത ഭാഷാ അധ്യാപകൻ. എന്താണ് സ്വനികി എന്നുള്ളത് നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ. സ്വനികി എന്ന് പറഞ്ഞാൽ സ്വൻകി പരിഭാഷ, ധ്വനിയെ പറ്റിയുള്ള ഡെഫിനിഷൻ, വാഗ്യന്ത്ര, സ്വൻകി ഉത്പത്തി, ഓരോ ധ്വനി ഉണ്ടാകുന്നത് എങ്ങനെയാണ്, സ്വൻകാ വർഗീകരൺ, എങ്ങനെയാണ് ധ്വനികളെ നമുക്ക് ക്ലാസിഫൈഡ് ചെയ്യാൻ സാധിക്കുന്നത്, ഇതിനെപ്പറ്റിയുള്ള പഠനത്തിനാണ് എന്ത് പറയുക, സ്വനികി എന്ന് പറയുക. അപ്പോൾ ഇത്തരത്തിലുള്ള പഠനത്തെ പറ്റി അറിയാത്ത ഒരു ഭാഷാ അധ്യാപകൻ നിരർത്ഥകനാണെന്നാണ്. അയാൾക്ക്
ഒന്നും അറിവില്ല എന്നാണ് പറയുന്നത്. അത് ഏതുപോലെ ജൈസെ ശരീര വിജ്ഞാൻ സെ അനഭിജ്ഞ ചികിത്സക്. ശരീരശാസ്ത്രം അനാട്ടമി അറിയാത്ത ഒരു ഭിക്ഷഗ്വരനെ പോലെ, ഒരു ചികിത്സകനെ പോലെ, ഒരു ഡോക്ടറെ പോലെയാണെന്നാണ്. ഒരു ഡോക്ടറാണെങ്കിൽ എന്ത് ചെയ്യണം? അയാൾക്ക് ശരീരവിജ്ഞാനം അറിഞ്ഞിരിക്കണം. അതുപോലെ ഭാഷ പഠിപ്പിക്കുന്ന ഒരാളാണെങ്കിൽ അയാൾക്ക് സ്വനികിയെ പറ്റിയുള്ള നല്ല പരിജ്ഞാനം ഉണ്ടാകണം. इससे पता चलता है कि भाषा विज्ञान के अध्यापन में സ്വനികി का अध्ययन बहुत ही महत्वपूर्ण है. അപ്പോൾ ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ഇതിൽ നിന്നും മനസ്സിലാക്കാൻ പറ്റുന്നത് ഭാഷാശാസ്ത്രത്തിൻ്റെ പഠനവും അതുപോലെ പഠനവും പഠിപ്പിക്കലും, ഒരാൾ സ്വയം പഠിക്കുക, മറ്റുള്ളവർക്ക് പഠിപ്പിച്ചു കൊടുക്കുക, ഇതിൽ സ്വനികി കാ അധ്യയൻ ബഹുത്ത് മഹത്വപൂർണ്ണ ഹൈ. ഈ സ്വനികിയുടെ പഠനം വളരെയധികം അത്യാവശ്യമായിട്ടുള്ളൊരു കാര്യമാണ് എന്നാണ്. അപ്പോൾ ഇത്രയും 5-ാമത്തെ ചോദ്യം വരെ നമ്മൾ നോക്കി. ഇനി 6-ാമത്തെ ചോദ്യം അടുത്ത ക്ലാസ്സിൽ നോക്കാം.